നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ് നിങ്ങളെ ചതിച്ചവരുടെ, നിങ്ങളെ ചീറ്റിംഗ് ചെയ്തു പോയവരുടെ കറൻറ്റ് സിറ്റുവേഷൻസ് ഇപ്പം എന്താണെന്നും അവരുടെ ഫ്യൂച്ചർ എനർജി എങ്ങനെ ആയിരിക്കുമെന്നുള്ള റീഡിങ്സാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് തന്നെ ഇത് നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണോ കാണാൻ ആഗ്രഹിക്കുന്ന ആ പേഴ്സണെ മനസ്സിൽ കൊണ്ടുവന്ന് ആ വ്യക്തിയുടെ പേരൊരു 3 പ്രാവശ്യമെങ്കിലും പറഞ്ഞ് ലൈക്ക് ചെയ്ത് എനർജിയെ കണക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന ഒരു റീഡിങ്സ് ലഭിക്കണമെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധങ്ങളിൽ എന്ത് മാറ്റമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ഏത് രീതിയിലായിരിക്കണം നിങ്ങളുടെ റിലേഷൻ പോകേണ്ടതെന്നുള്ള നിങ്ങളുടെ ആ ഒരു ആഗ്രഹത്തെ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ അഫർമേഷൻസ് ആയിട്ട് എഴുതുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് 100% മാറ്റങ്ങൾ വരും. അഫർമേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാജിക്കാണ്. തീർച്ചയായിട്ടും അക്ഷരങ്ങളുടെ മാജിക്ക് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക. മടിയോ അല്ലെങ്കിൽ ഒരു സംശയത്തോടു കൂടി ഒന്നും നിങ്ങൾ നിൽക്കണ്ട. നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾ എഴുതിക്കൊള്ളുക, നിങ്ങൾ മാനിഫെസ്റ്റിംഗ് ചെയ്തോളുക, നിങ്ങൾ വിഷ്വലൈസ് ചെയ്തോളുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ വരും. നമ്മൾ ഏറ്റവും കൂടുതൽ എന്ത് കാര്യത്തെക്കുറിച്ചാണോ ചിന്തിക്കുന്നത് അതാണ് നമ്മുടെ ലൈഫിൽ റിയാലിറ്റി ആകുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പോസിറ്റീവായ കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കാൻ ശ്രമിക്കുക. എപ്പോഴും പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കാൻ ശ്രമിക്കുക. നെഗറ്റീവാകുന്ന വ്യക്തികളും നെഗറ്റീവാകുന്ന തോട്ട്സുകളൊക്കെ നമ്മളെ വന്ന് പിടികൂടുമ്പം തീർച്ചയായിട്ടും ആ സിറ്റുവേഷൻസിൽ നിന്ന് നിങ്ങൾ സഡൻ പുറത്ത് കടക്കാൻ ശ്രമിക്കണം. നമ്മൾ എന്താണോ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് അതാണ് നമ്മുടെ ജീവിതമെന്ന് മനസ്സിലാക്കുക. അതിനനുസരിച്ച് തന്നെ നിങ്ങൾ കാര്യങ്ങളെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക, മാറ്റങ്ങൾ വരുത്തുക. പേഴ്സണൽ റീഡിങ്സ് വേണമെന്നുള്ളവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയേണ്ട നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച്, പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ, നിങ്ങളുടെ തടസ്സങ്ങൾ, നിങ്ങളോട് ശത്രുഭാവത്തിൽ നിൽക്കുന്ന വ്യക്തികൾ ആര്, നിങ്ങൾ മുന്നോട്ടേക്ക് എടുക്കേണ്ട തീരുമാനം എന്ത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കറക്റ്റ്, വ്യക്തവും കൃത്യവുമായിട്ടൊരു മറുപടി ലഭിക്കുന്നതായിരിക്കും. അതനുസരിച്ച് നിങ്ങൾ റീഡിങ്സ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ മുന്നോട്ടേക്ക് കണക്റ്റ് ചെയ്ത് പോകാൻ ശ്രമിക്കുക കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് 7 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന, നിങ്ങളെ ചീറ്റിംഗ് ചെയ്ത് കടന്നുപോയ വ്യക്തികൾ ശക്തമാകുന്ന ഒരു സ്തംഭന അവസ്ഥയിലാണ്, കൺഫ്യൂസ്ഡ് എനർജിയിലാണ്. അവരിപ്പം അവരെ നിയന്ത്രിക്കുന്നത് മറ്റേതോ ഒരു അദർശ്യ ശക്തിയാണെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഒരു രീതിയിലേക്ക് നോക്കുമ്പം അവരൊരു ഒരു സ്റ്റക്കായിട്ട് നിൽക്കുന്ന, ഒരു നീരാളി പിടിച്ച് നിൽക്കുന്ന, അവർക്കൊന്നും ചെയ്യാനോ ഉറച്ച തീരുമാനങ്ങളോ എടുക്കാൻ പറ്റാത്തൊരു കൺഫ്യൂസ്ഡ് എനർജിയിലാണ്, ഒരു മന്ദത പിടിച്ച അവസ്ഥയാണ്. രാഹു പ്രസൻസിൻ്റെ എനർജിയൊക്കെ അവരിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. കറക്റ്റായിട്ടൊരു ക്ലാരിറ്റി ഇല്ലാതെ നിൽക്കുന്ന സിറ്റുവേഷൻസ്. അവർ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ, അവർ ചെയ്ത കാര്യങ്ങൾ ശരിയാണോ, അവർ മുന്നോട്ടേക്ക് എന്ത് ചെയ്യണം എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ അവരെ വല്ലാതെ പിടികൂടുന്നതായിട്ടാണ് കാണുന്നത്. അവരുടെ മുന്നിൽ ഓപ്പർച്യൂണിറ്റീസുകളുണ്ട്, പക്ഷേ ഈ ഒരു ഓപ്പർച്യൂണിറ്റീസും അവർക്ക് ധൈര്യപൂർവ്വം കൈകാര്യം ചെയ്യാൻ പറ്റാത്ത വിധമുള്ള ഒരു ക്ലാരിറ്റി ഇല്ലായ്മയുണ്ട്. അതായത് ഒരു ദൈവികത അവരിൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ദൈവികതയില്ല, ദൈവിക അനുഗ്രഹമില്ല. അവരുടെ ജീവിതത്തിൽ അവർക്കൊന്നും തന്നെ സമാധാനപരമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനോ സമാധാനപരമായിട്ടും സ്വസ്ഥമായിട്ടും ചിന്തിക്കാനോ നിലനിൽക്കാനോ പറ്റുന്നില്ലാത്ത ഒരവസ്ഥയിലാണ് കറൻറ്റിൽ അവർ നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. അവരുടെ മനസ്സിൽ സ്വപ്നങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, പല കാര്യങ്ങളിലേക്കും ഫോക്കസ് ചെയ്യണമെന്നും പലതും നേടിയെടുക്കണമെന്നും എല്ലാം ഈ ഒരു പേഴ്സൺ കറൻറ്റിൽ ചിന്തിക്കുന്നുണ്ടെങ്കിലും എല്ലായിടത്തും അവർക്ക് കൺഫ്യൂസ്ഡ് എനർജിയാണ്, സ്തംഭന അവസ്ഥയാണ്. തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ച് അവർക്ക് മുന്നോട്ടേക്കുള്ള കാര്യങ്ങളെല്ലാം ബ്ലോക്കായിട്ട് നിൽക്കുന്നു എന്ന് തന്നെ പറയാൻ സാധിക്കും. അവരുടെ കൂടെ ഉണ്ടായിരുന്ന ചില റിലേഷൻഷിപ്പുകൾ, ബന്ധങ്ങളെല്ലാം അവരെ തിരിച്ച് ചീറ്റിംഗ് ചെയ്തിരിക്കുന്ന സിറ്റുവേഷൻസും കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇവർ ഫ്രണ്ട്ഷിപ്പ് എനർജിയുമായിട്ടൊക്കെ നല്ല രീതിയിൽ കണക്റ്റഡ് ആയിരുന്നു കാണും. സൗഹൃദ വലയങ്ങളിലൊക്കെ കൂടുതൽ കണക്റ്റഡ് ആയിട്ട് അവിടെ വിശ്വസ്തത പുലർത്തിയിട്ടുണ്ടാവാം. തേർഡ് പാർട്ടി പ്രസൻസ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു കാണാം. ഒന്നിലധികം വ്യക്തികളുടെ പ്രസൻസ് ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇമോഷണലി ഉണ്ടായിരുന്നതായിട്ടും അവിടെയെല്ലാം അവരെ സംബന്ധിച്ച് നല്ല രീതിയിലുള്ള തിരിച്ചടികൾ ലഭിച്ചിട്ടുള്ളതായിട്ടും അവർക്കൊരു മെൻ്റൽ ക്ലാരിറ്റി വളരെ വ്യക്തതയോടെ കർക്കശത്തോടു കൂടിയോ വിശ്വസ്തയോടു കൂടിയോ ഒരിടത്തും നിൽക്കാൻ സാധിക്കാതെ പോയിരിക്കുന്ന സിറ്റുവേഷൻസും ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കറൻറ്റ്ലി അവർ ഉറച്ച ഒരു തീരുമാനങ്ങളൊന്നുമില്ലാത്ത
വല്ലാതെ ഒരു എന്താ പറയുക, ഒരു മായ എനർജിയിൽ, ഒരു മായ വലയത്തിൽ പെട്ട് നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആഗ്രഹങ്ങളുണ്ട് അവർക്ക്, അവരുടെ മുന്നിൽ ലക്ഷ്യമുണ്ട്, ലക്ഷ്യബോധമുണ്ട്, ലക്ഷ്യമുണ്ട്, അവർക്ക് പാഷൻ, സ്വപ്നങ്ങളൊക്കെ ഉള്ള വ്യക്തിയാണ്. പക്ഷേ അവരെ സംബന്ധിച്ച് കാർമ്മിക സമയമാണ്. എല്ലാത്തിനെയും ഭയപ്പെടേണ്ടി വരുന്ന, സംശയദൃഷ്ടിയോടുകൂടി നോക്കേണ്ടി വരുന്ന, ഒരിടത്തേക്കും ഒരു ആക്ഷൻ എടുത്ത് ഇന്ന കാര്യം ചെയ്യാമെന്ന് ചിന്തിച്ച് ഉറച്ച മനസ്സോടുകൂടി ആക്ഷൻ എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയുമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും അവരിൽ പോസിറ്റിവിറ്റി ഉണ്ടെങ്കിലും ആ പോസിറ്റീവായ കാര്യങ്ങളെ അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ, അനുഭവിക്കാൻ പറ്റാതെ പോകുന്നു. കയ്യിലുണ്ട്, പക്ഷെ അത് ഗുണമില്ലാത്ത കുറേ കാര്യങ്ങളായിട്ടും അവർക്ക് അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കസ്തൂരി മാൻ്റെ കയ്യിൽ നല്ല സുഗന്ധമുണ്ട്, പക്ഷെ അത് എവിടെ നിന്നാണെന്ന് അറിയുന്നില്ല എന്ന് പറഞ്ഞ അവസ്ഥയാണ്. അവർക്കെല്ലാം ഉണ്ട് കയ്യിൽ, പക്ഷെ അതവർക്ക് പ്രയോജനപ്പെടാതെ പോകുന്നു, ഒരു ഗുണവുമില്ലാതെ പോകുന്ന ഒരവസ്ഥയായിട്ടാണ് കാണുന്നത്. ബ്ലാക്ക് മാജിക് എനർജിയുടെ പ്രസൻസ് ഇവരെ ശരിക്കും പിടികൂടിയിട്ടുണ്ട്. ഈ ഒരു വ്യക്തിയുടെ ക്യാരക്ടറിലേക്ക് നോക്കുമ്പം ആവശ്യമില്ലാത്ത ചില ബലഹീനതകൾ, അഡിക്ഷൻ ഉള്ള വ്യക്തിയാണ് കേട്ടോ. ഒരു പക്ഷേ അത് ലഹരിപരമാകുന്ന എന്തെങ്കിലും കാര്യങ്ങളാവാം, സെക്ഷൽ പരമാകുന്ന എന്തെങ്കിലും കാര്യമാവാം, പണത്തിനോടുള്ള കാര്യം, ഭൗതിക സുഖങ്ങളോടുള്ള കാര്യങ്ങളാവാം. അവർക്ക് അമിതമായ ചില അഡിക്ഷൻ എനർജി ഉണ്ട്. ആ അഡിക്ഷൻ എനർജി അവരെ തകർത്ത് നിർത്തിയിരിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് ശത്രുക്കൾ, ഒന്നിലധികം ശത്രുക്കളെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരവസ്ഥ കൂടിയാണ് നമുക്ക് കറൻറ്റ് സിറ്റുവേഷൻസ് അവരുടെ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. പവർ ലോസിങ് സംഭവിക്കുന്നു. അവരുടെ വിധി അവർ സ്വയം അവരുടെ പ്രവൃത്തിയാലെ മാറ്റി എഴുതപ്പെട്ട ഒരവസ്ഥയായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും അവർ സ്ട്രഗിളിങ് മാത്രമല്ല, അവർക്ക് ചെയ്യുന്നതെല്ലാം തെറ്റുപറ്റുന്നതായിട്ടാണ് കാണുന്നത്. അബദ്ധങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. പറയുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം അവർക്ക് അബദ്ധവും നഷ്ടവും സംഭവിക്കുന്നു. കൂടാതെ തന്നെ നമുക്കിവിടെ പറയാൻ സാധിക്കും, നമുക്ക് ഫസ്റ്റ് കണ്ടതുപോലെ അവരുടെ ആ ഒരു എക്സ്പീരിയൻസ്, എവിടെ തൊടുന്നിടത്തും അവർക്ക് നാശം സംഭവിക്കുന്നു, വീഴ്ചകൾ സംഭവിക്കുന്നതിനാൽ അവരെ സംബന്ധിച്ച് അവർക്ക് കൺഫ്യൂഷനാണ്. ഒരു തീരുമാനമെടുക്കാനുള്ള ധൈര്യം നഷ്ടപ്പെട്ടു. അവരുടെ പവർ ചോർന്നു പോയതായിട്ടുള്ളൊരു എനർജിയിലാണ് നിൽക്കുന്നത്. അവർ ഭയത്തെ അതിജീവിക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ്, കൂടെ ഉള്ളവരിലെല്ലാം അവിശ്വസ്തത ഫീൽ ചെയ്യുന്ന ഒരവസ്ഥ, ശത്രുവിനെയും മിത്രത്തെയും തിരിച്ചറിയാൻ പറ്റാത്ത വിധം അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. കൂടാതെ തന്നെ അവരുടെ മുന്നിൽ വരുന്ന എന്ത് കാര്യത്തെയും, പോസിറ്റീവാകുന്ന കാര്യത്തെയും അവർക്ക് ഗുണമില്ലാതെ, അവരിൽ നിന്നും അവർക്ക് അതിൻ്റെ ഒരു നഷ്ടം മാത്രം, ലോസ് മാത്രം എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരുന്ന എനർജിയുമാണ്. എന്നാൽ മനസ്സിൽ ഒരുപാട് ആഗ്രഹമുണ്ട്. സ്വപ്നങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ അവരുടെ ഉള്ളിലുണ്ട്. ജീവിതത്തെ പിടിച്ചെടുക്കണമെന്നുള്ള ആഗ്രഹവും വാശിയും അവരുടെ ഉള്ളിലുണ്ട്. പക്ഷെ അതെല്ലാം ഒരു എന്താ പറയുക, വെറുമൊരു ആ ഒരു നിമിഷങ്ങൾ മാത്രം കടന്നു പോകുന്ന ചില ആഗ്രഹങ്ങളായിട്ടും അടുത്ത നെക്സ്റ്റ് സമയമെന്ന് പറയുന്നത് തകർച്ചയുടെയും നിരാശയുടെയും അല്ലെങ്കിൽ ബലഹീനതകളും സംഭവിക്കുന്ന ഒരവസ്ഥയായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഫ്യൂച്ചർ പ്ലാനിങ്ങിന് വേണ്ടിയിട്ട്, ഫ്യൂച്ചറിലേക്കൊരു പ്രൗഡായ, ഒരു പോസിറ്റീവ് ആകുന്ന ഒരു സ്ഥാനത്ത് വന്ന് നിൽക്കണം, വിജയിക്കണം, രക്ഷപ്പെടണം എന്നൊക്കെയുള്ള ആഗ്രഹം അവരെ വല്ലാതെ കണക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ ആഗ്രഹങ്ങൾ മാത്രമേ നമുക്കിവിടെ പറയാൻ പറ്റുള്ളൂ. നമുക്ക് അസ്ട്രോളജിക്കൽ സൈൻ നോക്കുമ്പം ഏപ്രിൽ മാസത്തിൻ്റെ എനർജി കണക്റ്റഡ് ആണ്, ഫെബ്രുവരി മാസത്തിൻ്റെ എനർജി കണക്റ്റഡ് ആണ്, മാർച്ച് മാസത്തിൻ്റെ എനർജി കണക്റ്റഡ് ആണ്, ഡിസംബർ മാസത്തിൻ്റെ എനർജി കണക്റ്റഡ് ആണ്, ജനുവരി മാസത്തിൻ്റെ എനർജി കണക്റ്റഡ് ആണ്, ഒക്ടോബർ മാസത്തിൻ്റെയും മെയ് മാസത്തിൻ്റെയും നവംബർ മാസത്തിൻ്റെയും ജൂലൈ മാസത്തിൻ്റെയും എനർജികൾ കണക്റ്റഡ് ആയിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ റീഡിങ്സിനകത്ത്. എന്താണെങ്കിലും നമുക്കിവിടെ അവരുടെ എനർജി എന്ന് പറഞ്ഞാൽ അവർ വളരെയധികം മാറ്റങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ, അവരുടെ ലൈഫിലുള്ള ആ ഒരു പതർച്ചയെ, അവരുടെ പൂർണ്ണമാകുന്ന എല്ലാ സിറ്റുവേഷൻസുകളെ, അതായത് സാമ്പത്തികമായിക്കോട്ടെ, ഫിനാൻഷ്യലി ആയിക്കോട്ടെ, ഇമോഷണലി ആയിക്കോട്ടെ, ഇൻ്റലക്ച്വൽ ആയിക്കോട്ടെ, എല്ലാ രീതിയിലും അവർ തിരിച്ചു പിടിക്കണമെന്നുള്ള ആ ഒരു ഊർജ്ജസ്വലതയോടുകൂടി അവർ കറൻ്റിലി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഫ്യൂച്ചർ പ്ലാനിങ് അവരുടെ ഉള്ളിലുണ്ട്. പക്ഷേ ഇംബാലൻസിങ് എനർജിയാണ്. അവർ എത്രത്തോളം കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുവോ അവിടെയെല്ലാം അവർക്കൊരു തകർച്ച വരുന്നു. ആ തകർച്ചയുടെ മൂല കാരണം പാർട്ട്ണർഷിപ്പ് എനർജിയിൽ വന്നിരിക്കുന്ന പ്രോബ്ലംസാണ്. അതായത് റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്ത് തന്നെയാണ്
ഇതിനകത്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് എനർജിയിലേക്ക് നോക്കുമ്പോഴും അതല്ല ഒരു സ്നേഹബന്ധത്തെ ബേസ് ചെയ്ത് നോക്കുമ്പോഴും എല്ലാം ആ ഒരു ഇംബാലൻസിങ് അവിടെ വരുത്തിയ ചില നെഗറ്റിവിറ്റികൾ തന്നെയാണ് ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തെ ഒന്നുമല്ലാത്തൊരവസ്ഥയിൽ ഒരു ബാലൻസിലേക്ക് എത്തിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിർത്തിയതായിട്ട് കാണുന്നത്. ഇവിടെ ബുദ്ധിപൂർവ്വം റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്ത് അവർ ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കാണാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ ഒരു വലിയ സക്സസ്, വിജയം ഉണ്ടാകുമെന്നുള്ളത് 100% ഉറപ്പാണ്. അതവർ മനസ്സിലാക്കി വരാൻ പോകുന്നതേ ഉള്ളൂ. കാരണം അവരുടെ കറൻറ്റ് എനർജിയിൽ കർമ്മ സിറ്റുവേഷൻസ് ആണ്. അവരെന്ത് ആണെങ്കിലും ചെയ്തതിൻ്റെ ഫലം അവർ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ കറൻറ്റിൽ അവരെ സംബന്ധിച്ച് അവരുടെ ഇംബാലൻസിങ് ചേഞ്ച് ആവണമെങ്കിൽ രണ്ടാമത് അവരുടെ ജീവിതത്തിൽ ഒരു സെക്കൻഡ് ചാൻസ് എനർജി, അതായത് തിരുത്തലിൻ്റെ ആവശ്യമുണ്ട് എന്നുള്ളതാണ് നമുക്ക് എനർജിയിൽ കാണാൻ സാധിക്കുന്നത്. പക്ഷേ അതവർ മനസ്സിലാക്കി അവർ മുന്നോട്ടേക്ക് പോയാൽ മാത്രമാണ് അവർക്ക് മാറ്റങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെടുകയുള്ളൂ. അതവർ മനസ്സിലാക്കാത്തിടത്തോളം കാലം അവർക്ക് സ്തംഭനാവസ്ഥയിലും അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം അവർ ചിന്തിക്കുന്നതിന് ഓപ്പോസിറ്റ് മാത്രമേ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അവരിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്നത്, അവരെ പിടിച്ച് പൂർണ്ണമായിട്ട് സ്റ്റക്കാക്കിയിരിക്കുന്നത് ശത്രുദോഷമാണ്. കാരണം അവർ ആരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താലും ഏത് സാഹചര്യത്തിൽ ചെന്ന് നിന്നാലും അവിടെയെല്ലാം അവർക്ക് ശത്രുക്കളെ നേരിടേണ്ടി വരുന്ന അല്ലെങ്കിൽ വീഴ്ചകൾ സംഭവിക്കുന്ന, തെറ്റിദ്ധരിക്കപ്പെടുന്ന സിറ്റുവേഷൻസാണ്. ഇമോഷണലി അവർക്ക് യാതൊരു രീതിയിലും ഒരു പൂർണ്ണതയില്ല. ഇമോഷണലി ഇംബാലൻസിങ്ങിലാണ് അവർ നിൽക്കുന്നതായിട്ട് കാണുന്നത്. തീർച്ചയായിട്ടും അവരുടെ കണ്ണുകൾ കെട്ടി നിർത്തിയിരിക്കുകയാണ്. അവർ ബ്ലൈൻഡ് എനർജിയിലാണ്. അവരുടെ തെറ്റുകളെ തിരുത്താതെ, അവർ ചെയ്ത പാവത്തിന് പരിഹാരം കാണാതെ ഒരു കാരണവശാലും ഈ ഒരു വ്യക്തി എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്താലും ആ ഒരു വ്യക്തിയിൽ ഒരു പുതിയ തുടക്കമില്ല എന്നതാണ് നമുക്ക് എനർജിയിൽ വളരെ സ്ട്രോങ് ആയിട്ട് എടുത്ത് കാണിക്കുന്നത്. ചെയ്ത തെറ്റിന് പ്രായച്ചിത്തം എന്നതിനപ്പുറത്തേക്ക് ഈ ഒരു പേഴ്സണ് യാതൊരു രീതിയിലും ഒരു പോസിറ്റിവിറ്റിയോ ഒരു സക്സസ്സോ ഒരു കാലത്തും വന്നു ചേരാൻ പോകുന്നില്ല. അവരുടെ തെറ്റ് തിരുത്തുക, ഒരു പക്ഷേ ഹീലാവുക, ഇത് തന്നെയാണ് അവരുടെ ലൈഫിലെ എനർജിയിലേക്ക് നോക്കുമ്പോൾ കാണുന്നത്. ഇമോഷൻസിനെ എല്ലാം ഉപേക്ഷിച്ച്, അതായത് അവരുമായിട്ട് കണക്റ്റഡ് ആവാൻ ആഗ്രഹിക്കുന്ന എല്ലാ ബന്ധങ്ങളിൽ നിന്നും അവർ പുറത്ത് കടക്കാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. അവർ ഇമോഷണലി ഒരു ഫുൾഫില്ലിങ് എനർജിയിൽ, ഒരു പൂർണ്ണതയില്ലാത്ത സിറ്റുവേഷൻസിലൂടെയാണ് കടന്നു പോകുന്നത്. അവരെപ്പോഴും ഒരു ചീറ്റിംഗ് എനർജിയെ ഭയപ്പെടുന്നതായിട്ട് കാണുന്നു. കാരണം അവർ ചെയ്തതിൻ്റെ ഫലം അവർ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരുന്നു എന്ന് തന്നെ നമുക്കിവിടെ പറയേണ്ടി വരും. തീർച്ചയായിട്ടും ഒരു ചീറ്റിംഗ് ഫീലിങ്സ് അവരെ വല്ലാതെ പിടികൂടുന്നുണ്ട്. അവരെന്ത് ചെയ്യുമ്പോഴും അവരെ ചെയ്തതിനപ്പുറത്തേക്ക് അവർക്കൊരു തിരിഞ്ഞു നോക്കേണ്ടി വരുന്നത്, അതായത് ഇനി എന്താണ് നെക്സ്റ്റ് വരാൻ പോകുന്നതെന്നുള്ള ഒരു ഭയപ്പാടിൻ്റെ എനർജിയിലൂടെ കടന്നു പോകേണ്ടി വരുന്ന സിറ്റുവേഷൻസുമാണ്. ശരിക്കും അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, ഫോക്കസ് ചെയ്യുന്നുണ്ട്, ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഒന്നും ഫലം അവർക്ക് കറൻറ്റിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അവർ ചെയ്ത പ്രവൃത്തിയെ ബേസ് ചെയ്ത് അവർക്ക് പല കാര്യങ്ങളും ബ്ലോക്കായി പോകുന്നതായിട്ടാണ് കാണുന്നത്. അതല്ലായിരുന്നുവെങ്കിൽ ഈ ഒരു പേഴ്സൺ പിടിച്ചാൽ കിട്ടാത്തതിനും ഉയരങ്ങളിലേക്കും പേരും പ്രശസ്തിയിലേക്കും പോകേണ്ട വ്യക്തികളായിരുന്നു. പക്ഷേ അവരുടെ പ്രവൃത്തികൾ, മുൻ സമയങ്ങളിൽ അവർക്ക് സംഭവിച്ച ചില അഡിക്ഷൻസ്, ബലഹീനതകൾ, അല്ലെങ്കിൽ മുൻകോപത്തിൻ്റെ ഫലമായിട്ട് അവർ ഓൾറെഡി പവർഫുള്ളാണ്, അവർ ചെയ്യുന്നതെല്ലാം ശരിയാണ്, ന്യായമാണെന്നുള്ള അവരുടെ ആ ഒരു തോട്ട്സ് അവരെ പൂർണ്ണമായിട്ടും തകർത്ത് കളഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. അതുപോലെ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് കുറച്ച് മിസ്റ്റേക്കുകൾ മറ്റുള്ളവരുടെ വാക്കുകൾക്ക് കേൾക്കാൻ നിന്നു കൊടുത്തതും ഇവരുടെ ജീവിതത്തിൽ തകർച്ചകൾ വന്നിട്ടുണ്ട്. സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാനുള്ള പവർ എനർജി ഇവർക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇവരുടെ ജീവിതത്തിൽ വീഴ്ചകൾ ഉണ്ടാവില്ലായിരുന്നു. മറ്റുള്ളവരെ ഇവർ ആശ്രയിച്ചതായിട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരെ കേൾക്കുകയും അതിന് ഒരു വാല്യൂ കൊടുക്കുകയും ചെയ്തെടുത്ത് കറക്റ്റായിട്ടുള്ള ഗൈഡൻസ് കിട്ടാതെ, കറക്റ്റായിട്ട് ഇവർക്ക് മുന്നോട്ടേക്കുള്ള ഒരു ജീവിത പാത ലഭിക്കാതെ പോയതായിട്ടും അത് ഇവരിലേക്ക് വന്നിരുന്ന പല ഭാഗ്യങ്ങളെയും നഷ്ടപ്പെട്ടു പോകേണ്ട വന്നതായിട്ടുള്ളൊരു എനർജി കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഇനിയിപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇവർ സ്ട്രോങ് ആകാൻ ശ്രമിക്കുക. ഇവരുടെ തെറ്റുകളിൽ ഇവർക്ക് തിരുത്തൽ ഉണ്ടാക്കേണ്ടി വരുന്നുണ്ട്. ഇവർക്ക് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ട് മുന്നോട്ടേക്ക്. ഇവർക്ക് കാലം അനുകൂലമാകുന്ന സിറ്റുവേഷൻസ് ഒക്കെ വരുന്നുണ്ടെങ്കിലും
കറൻറ്റ്ലി ഇവരെ സംബന്ധിച്ച് ഇവർക്കൊരു കോൺഫിഡൻസ് നഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർ ഇവരുടെ ജീവിതത്തിൽ കൂടുതൽ ഇൻവോൾവ് ആകുന്ന, ഇടപെടുന്ന സിറ്റുവേഷൻസിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ബർഡൻ ഉണ്ട് ഇവരെ സംബന്ധിച്ച്. ഇവരെ ഇപ്പോൾ ഒരു ബൗണ്ടറിയൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്, പലയിടങ്ങളിൽ നിന്നും അവർ മാറി നടക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവരെ സംബന്ധിച്ച് നമുക്ക് പറയേണ്ടി വരുന്നൊരു എനർജി, അവർക്കൊരു ജഡ്ജ്മെൻറ്റിങ് ആവശ്യമാണ്. അവർ കുറച്ച് കാര്യങ്ങൾ ന്യായപൂർവം ചെയ്യേണ്ടി വരുന്നു, അല്ലെങ്കിൽ അവർ നീതി നടപ്പിലാക്കേണ്ടി വരുന്നു, ന്യായം നടപ്പിലാക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസിലൂടെ പോകേണ്ടി വരുന്നു. കാരണം അവർക്ക് മുന്നിൽ വരുന്ന വെല്ലുവിളികളെല്ലാം അവരുടെ മുൻ സമയങ്ങളിലെ പ്രവൃത്തിയുടെ ഫലമാണ്. അപ്പം അവിടെ അവരൊരു ന്യായം നടപ്പിലാക്കിയാൽ, പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടാൽ, പല കാര്യങ്ങളെ ഓവർകം ചെയ്യാൻ സാധിച്ചാൽ, തെറ്റുകൾ മനസ്സിലാക്കി തിരുത്താൻ ശ്രമിച്ചാൽ അവർക്ക് മുന്നോട്ടേക്ക് സക്സസ്സിലെത്താൻ പറ്റും. പക്ഷേ എലോൺ എനർജിയിലൂടെ കടന്നു പോകേണ്ടി വരുന്ന സാഹചര്യങ്ങളും കൺഫ്യൂഷൻ വരുത്തുന്ന സിറ്റുവേഷൻസുകളും അവർ വിശ്വസിച്ച് അവർ ചേർത്ത് നിർത്തുന്നവരെല്ലാം അവരുടെ ശത്രുക്കളായി തീരുന്ന ഒരവസ്ഥയുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും കോൺഫ്ലിക്റ്റ് ആണ് കേട്ടോ. അവർ ഏത് മേഖലയിൽ നിന്നാലും അവിടെയെല്ലാം അവരുമായിട്ട് മത്സരിക്കുക, അല്ലെങ്കിൽ അവരോട് ശത്രുഭാവത്തോടുകൂടി പെരുമാറുക, അവരുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യങ്ങളും കറൻറ്റ്ലി അവരുടെ ലൈഫിലില്ല. പൂർണ്ണമായിട്ടും കോൺഫ്ലിക്റ്റുകളാണ്, പ്രശ്നങ്ങളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രശ്നങ്ങൾക്കപ്പുറത്തേക്ക് അവർക്കൊന്നും തന്നെ ഇല്ല അവരുടെ ലൈഫിൽ എന്ന് പറയാൻ സാധിക്കും. ഒരു ദിവസം പോലും സമാധാനപരമാകുന്ന ഒരു നിമിഷങ്ങളില്ലാതെ ജീവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലൂടെ അവർ കടന്നു പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, അവർ കോൺഫിഡൻസ് ഉണ്ട്, അവർക്ക് മാറ്റി ചിന്തിക്കാൻ പറ്റുന്നുണ്ട്. അവരിലേക്ക് വരുന്ന ബന്ധങ്ങളെയൊക്കെ, ചില ഇമോഷണൽ കണക്ഷൻസുകളെയൊക്കെ റിജക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലേക്കൊക്കെ അവർ തീർച്ചയായിട്ടും മാറിയിട്ടുണ്ട്. കൂടാതെ തന്നെ അവരുടെ ലൈഫിൽ അവരൊരു സ്ട്രോങ് ആകുന്ന, അതായത് ഒരു പ്രതിജ്ഞാബദ്ധത ഉണ്ട്, അവർക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് അവർക്ക് എത്തിച്ചേരണമെങ്കിൽ അവർ ശരിക്കും കർമ്മ എനർജീനെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരും. അവരെവിടെയാണോ പാപം ചെയ്തത് അതവർ ക്ലാരിറ്റി വരുത്തേണ്ടി വരും. അതിനുള്ളൊരു സമയത്തിലേക്ക് അവർ നടന്നടുക്കുന്നു എന്നേ നമുക്ക് പറയാൻ സാധിക്കുന്നുള്ളൂ. ശരിക്കും അവർ എല്ലായിടത്തുനിന്നും നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അവർ വിശ്വസിച്ച എല്ലായിടത്തുനിന്നും അവർക്ക് വ്യക്തമാകുന്ന ഒരു തിരിച്ചടിയും തിരിച്ചറിവ് ലഭിക്കുന്നുണ്ട്. ഇന്ന വ്യക്തികൾ ഇന്നതാണ് എന്നുള്ളൊരു മനസ്സിലാക്കലിൻ്റെ സമയത്തിലൂടെ കടന്നു പോകുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പം ശരിക്കും സ്പിരിച്വൽ എനർജിയിലേക്ക് മാറുമ്പം, സ്പിരിച്വാലിറ്റിയിലേക്ക് അവർ മാറും കേട്ടോ. തീർച്ചയായിട്ടും അവർക്ക് നല്ലൊരു അഡ്വൈസിങ് ലഭിക്കും. അവർ തീർച്ചയായിട്ടും തിരിച്ചു വരുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ഹാർട്ട് ബ്രോക്കൺ അല്ലെങ്കിൽ ഇമോഷണൽ പ്രോബ്ലംസുകളെല്ലാം അവർ അതിജീവിക്കും. അതിൽ നിന്നൊക്കെ അവർക്ക് പുറത്ത് കടക്കാൻ പറ്റും കേട്ടോ. കാലം ഇവർക്ക് ഫ്യൂച്ചറിലേക്ക് അനുകൂലമായിട്ട് തന്നെ വരും. അബണ്ടൻസ് ആണ്. അവരെന്താണോ ആഗ്രഹിച്ചത്, അല്ലെങ്കിൽ അവരെന്താണോ ലൈഫിൽ ബ്ലോക്കാക്കി കളഞ്ഞത്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവരെവിടെയാണോ അവരായിട്ട് കർമ്മ ചെയ്തത് അതവർ തിരുത്തുന്നതായിട്ട് കാണുന്നുണ്ട്. കൺട്രോളിങ് ആൻഡ് വിൽ പവർ എനർജി, അതായത് കാര്യങ്ങളെല്ലാം അവർ ബാലൻസ് ചെയ്യും. ഈ പറഞ്ഞതുപോലെ നിങ്ങളിലേക്കാണെങ്കിലും കണക്റ്റഡ് ആകും. നിങ്ങളോട് അവർ മനസ്സ് തുറന്ന് സംസാരിക്കും. നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന അഭിപ്രായ ഭിന്നതയും തെറ്റിദ്ധാരണകളും എല്ലാം അവർ ക്ലാരിറ്റി വരുത്തും. ഒരു പക്ഷേ നിങ്ങളോടൊപ്പം ഒരു ലൈഫ് സിറ്റുവേഷൻസ് ഇല്ലെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത ഒരു എനർജിയിൽ, ടോക്സിക് സിറ്റുവേഷൻസിൽ നിന്നും മാറ്റങ്ങൾ വരുത്തുമെന്ന് തന്നെയാണ് കാണുന്നത്. അതായത് ചിലരെ സംബന്ധിച്ച് ലൈഫിൽ പല കാര്യങ്ങളും അവസാനിച്ചു പോകും കേട്ടോ. അവരുടെ പല സ്വപ്നങ്ങളും എൻഡായി പോകാൻ സാധ്യതയുണ്ട്. കുറച്ച് ആളുകളുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ അവർക്കൊരു റീബർത്ത്, തിരിച്ചു വരാനുള്ള ഒരു അവസരം പ്രപഞ്ചം തന്നെ ഒരുക്കും. അതായത് അവർക്കൊരു നീതി ലഭിക്കുമെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അവരുടെ തെറ്റുകൾ അവർ തിരുത്തുകയും അതിൻ്റെ ഫലമായിട്ട് അവർക്ക് അവിടെ ഒരു ജസ്റ്റിസ് ലഭിക്കുന്നുണ്ട്. അവർ ആഗ്രഹിച്ച രീതിയിലൊക്കെ വന്നു ചേരാൻ, ഒരു എംപറർ എനർജിയിൽ പ്രൗഡായ ഒരു സിറ്റുവേഷൻസിലേക്കും തല ഉയർത്തി പിടിച്ച് ആത്മാഭിമാനത്തോടു കൂടി പോകാൻ സാധിക്കും. പക്ഷെ കുറച്ച് വ്യക്തികളെ സംബന്ധിച്ച് അവർ ഒരു പക്ഷേ അവരുടെ ഈഗോ കാരണം അവർ ഒരു തെറ്റ് തിരുത്താൻ തയ്യാറാവാത്തവരുടെ എനർജിയിൽ അവർ മുന്നോട്ടേക്ക് ശക്തമായിട്ട് ബ്ലോക്കായി പോകുന്നതായിട്ടാണ് കാണുന്നത്. ജീവിതം അവർക്ക് വീണ്ടും പാഠങ്ങളായിട്ട് പല കാര്യങ്ങളും അവർക്ക് നെഗറ്റീവ് എക്സ്പീരിയൻസുകൾ ഉണ്ടാകേണ്ടി വരുന്ന സിറ്റുവേഷൻസുകളും പ്രശ്നങ്ങൾ എപ്പോഴും അവരെ ബന്ധനത്തിലാക്കി നിർത്തിയിരിക്കുന്ന എനർജിയുമാണ് കാണുന്നത് കേട്ടോ.